പോലെ, ഒരു പുനർജന്മം പോലെ, കംപ്ലീറ്റ് ന്യൂ, എ ന്യൂ ബിഗിന്നിങ്, എ ടോട്ടൽ ചേഞ്ച്, ഒരു ടോട്ടൽ ബിഗിന്നിങ്. ബിഗിന്നിങ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഒന്നുമില്ല, ഫോർഗെറ്റ്, ദാറ്റ്സ് ഓൾ. അതിലെനിക്ക് എടുത്തു പറയണം, അങ്ങനെ ഒരു തുടക്കത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഇതുവരെയുള്ള നാളുകൾ ഇമ്പോർട്ടൻ്റ് അല്ല. പാസ്റ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഈവൻ ദ പ്രസന്റ് ഓൾസോ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇന്നും പ്രധാനമല്ല, നമ്മുടെ ഫ്യൂച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ് us start the practice. എന്താണ്? ഇൻഹെയിൽ ദ ഫ്യൂച്ചർ ആൻഡ് എക്സ്ഹെയിൽ ദ പാസ്റ്റ്. പാസ്റ്റിനെ നമ്മൾ പുറത്തേക്ക് കളഞ്ഞേക്കാം, ഫ്യൂച്ചറിനെ ഇന്നേ കാണാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഫ്യൂച്ചർ എന്നുള്ളത് ആർക്കും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടോ ഇതുവരെ? ഹലോ, ഇല്ല. പാസ്റ്റിന് വ്യത്യാസമുണ്ടല്ലേ? ഞാൻ ക്രൗൺ ഡയമണ്ട് ആണ്, സാർ GTC ആണ്, ശ്രീജിത് സാർ GTC ആണ്, സോമൻ സാർ ഫോർ എക്സാമ്പിൾ WTC ആണ്, സത്യൻ മാഷ് WTC ആണ്, പ്രിയേഷ് സാർ ITC ആണ്, ബിജു സാർ ITC ആണ്, കബീർ സാർ ITC ആണ് ഫോർ എക്സാമ്പിൾ. ഇതൊക്കെ ഓൾറെഡി തീരുമാനിക്കപ്പെട്ടതാണ്, കറക്റ്റ് അല്ലോ? ഇതൊക്കെ തീരുമാനിക്കപ്പെട്ടതാണ്. പക്ഷേ ഫ്യൂച്ചർ നോക്കിയാൽ എനിക്കും നിങ്ങൾക്കും എല്ലാം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ വൈറ്റ് ക്യാൻവാസ്, ഒരു പ്ലെയിൻ വൈറ്റ് ക്യാൻവാസ്. അതിൽ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. നമ്മളുടെ എല്ലാം ഫ്യൂച്ചർ ഒരുപോലെയാണ്. ഒരു ശക്തമായ ഒരു തുടക്കം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കവും എനർജി ലെവലുമാണ് നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. സോ എനിക്ക് എടുത്തു പറയാനുള്ളത്, ദ ഫ്യൂച്ചർ സ്റ്റാർട്ട് ഫ്രം ടുഡേ. കറക്റ്റ്, ഇന്ന് മുതലാണ് നമ്മുടെ ഫ്യൂച്ചർ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനം, ദ ബിഗ്ഗസ്റ്റ് എനിമി, ദ പ്രോബ്ലം, ദാറ്റ് ഈസ് അവർ പാസ്റ്റ്. നമ്മുടെ പാസ്റ്റ് ആണ് നമുക്കുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എനിമി. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ വളർച്ചയിലെ തടസ്സം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്രൗൺ ഡയമണ്ട് ആണ് എന്നുള്ളതും എൻ്റെ തടസ്സമാണ്. സാധാരണ ആളുകളെടുത്താൽ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ആഗ്രഹിച്ച ടാർഗറ്റ് സമയത്തിന് എത്താൻ കഴിയുന്നില്ല, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നില്ല, സ്ട്രഗിൾസ് നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ള പ്രയാസങ്ങളും തിരിച്ചടികളും നമ്മുടെ ബ്രെയിൻ മൊത്തം നിറച്ചു വെച്ചാൽ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഞാനിവിടെ പറഞ്ഞത് എൻ്റെ ക്രൗൺ ഡയമണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു അച്ചീവ്മെന്റ് ആണോ? അല്ല. മൈ ലൈഫിൽ ഒരുപാട് ക്രൗൺ ഡയമണ്ട് ഉണ്ടോ? ഇല്ല. ഇതിനപ്പുറത്തേക്ക് വേറെ റാങ്ക് ഇതുവരെ ആരും അച്ചീവ് ചെയ്തിട്ടുമില്ല. ഈ ക്രൗൺ ഡയമണ്ട്ഷിപ്പ് എന്നുള്ളത് എനിക്കത് അസറ്റ് ആണെങ്കിൽ പോലും, ദാറ്റ് ഈസ് മൈ പാസ്റ്റ്, സോ ദാറ്റ് ഈസ് മൈ എനിമി. എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് മറക്കാൻ കഴിയണം. ഒരു പുതിയ തുടക്കക്കാരൻ്റെ ഒരു മനസ്സ് എനിക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അച്ചീവ്മെന്റിനെ പോലും, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും, നേട്ടങ്ങളാണെങ്കിൽ പോലും, അതൊക്കെ നമ്മുടെ ശത്രുവാണ്. എന്തെങ്കിലുമൊക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ നമ്മൾ അങ്ങോട്ട് കളഞ്ഞേക്കുക. ആകാൻ പോകുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ്. അപ്പോൾ അതിശക്തമായി അതിനുവേണ്ടി നമ്മുടെ മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം, റിലീസ് യുവർ മെന്റൽ ബ്രേക്സ്. ഒരു കാർ എടുത്തിട്ട് ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു അബദ്ധം പറ്റാറുള്ളത്, പുതിയ കാറായിരിക്കും, മേടിച്ചിട്ട് രാവിലെ വണ്ടി എടുത്തു, ആക്സിഡന്റ് കൊടുക്കുന്നുണ്ട്, വണ്ടി മുന്നോട്ട് പോകുന്നില്ല, പോകുന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ പോകുന്നുള്ളൂ. നമ്മൾ വിചാരിക്കും എന്തോ പ്രശ്നമുണ്ട് വണ്ടിക്ക്, എന്തോ പ്രശ്നമുണ്ട്. ചില ആൾക്കാരൊക്കെ സർവീസ് സെന്ററിലൊക്കെ വിളിച്ച് ചോദിക്കും ചിലപ്പോൾ. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടില്ല. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാതെ അത് എത്ര വലിയ പവർഫുൾ കാറാണെങ്കിലും അത് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ലൈഫും. നമ്മൾ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ മെന്റൽ ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അപ്ലൈഡ്. അത് നമ്മൾ റിലീസ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് എന്താണ് മെന്റൽ ബ്രേക്സ്? നമ്മുടെ സംശയങ്ങൾ, വിശ്വാസക്കുറവ്, അതുപോലെ നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസ്, ഇതൊക്കെയാണ് നമ്മുടെ ഡൗട്ട്, നമ്മുടെ സംശയം, ഇതൊക്കെയാണ്. സോ ഔട്ട് യുവർ ഡൗട്ട്. നമ്മുടെ സംശയങ്ങളൊക്കെ എന്നേക്കുമായിട്ട് മാറ്റണം. നെഗറ്റിവിറ്റികൾ, ഈ നെഗറ്റീവ് എന്നുള്ള സാധനം വല്ലാത്ത പ്രശ്നക്കാരാണ്. ഈ നെഗറ്റീവ് എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നക്കാരാണ്. നമ്മളെപ്പോഴും പല വാട്സാപ്പ് മെസ്സേജിലൊക്കെ വരാറുള്ളത് പോലെ, ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു തീപ്പെട്ടിക്കൊള്ളി ഉണ്ടെങ്കിൽ, ഫയർ സ്റ്റിക്ക് അതുണ്ടെങ്കിൽ ഒരു വലിയ കാടിനെ പോലും ചുട്ടിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി നമ്മുടെ മുഴുവൻ പോസിറ്റിവിറ്റിയെ നശിപ്പിക്കാൻ പറ്റും. മാത്തമാറ്റിക്സിൽ ഫോർ എക്സാമ്പിൾ, -1 × 99 ഈസ് ഈക്വൽ ടു -1നെ 99 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? -99.
ശരിക്കും പോസിറ്റീവ് ആയിരുന്നു 99 ഉണ്ടായിരുന്നു അല്ലേ? എത്ര ഉണ്ടായിരുന്നുള്ളൂ മൈനസ്? ശ്രീജി സാറേ മൈനസ് ഒന്നേ ഉള്ളൂ. ഈ -1 വെച്ചിട്ട് അവർ ക്രിയ ചെയ്താൽ അതിന്റെ ആൻസർ മൊത്തം മൈനസ് ആയിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഫുൾ നെഗറ്റീവ് ഒന്നുമല്ല. നമ്മുടെ ഉള്ളൊരു 10%, 1% ചിലപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടാവുള്ളൂ, വേണ്ടാത്തത് ഉണ്ടാവുള്ളൂ. ആ വേണ്ടാത്ത 1% നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് മാറ്റാൻ കഴിയണം. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഗെറ്റ് റെഡി ടു റിലീസ് യുവർ മെന്റൽ ബ്രേക്ക്. ഇനി അടുത്തത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പല ആൾക്കാരും ഈസി ഗോയിങ് ആവട്ടെ. ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ ഈ ലോകത്ത് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? എത്രയോ ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിലും ദൈവത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്. ഈ ലോകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി മനുഷ്യൻ റിസോഴ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആണോ? അല്ല, ഏത് ലോകത്ത് നിന്നുകൊണ്ട് ഏത് സ്ഥലത്തോട്ട് വിചാരിച്ചാലും അത് എത്ര ദൂരെ വേണമെങ്കിലും ആക്യുറേറ്റ് ആയിട്ട് എത്തിച്ചേരാൻ ഇന്ന് മനുഷ്യന് സാധിക്കുന്നുണ്ട്. ഇവൻ ചൊവ്വ ഗ്രഹത്തിലും ചന്ദ്രനിലും എവിടെയൊക്കെ മനുഷ്യൻ എത്തി, സ്പേസിലും ഒക്കെ എത്തി. എന്തെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചു കഴിഞ്ഞു, എന്തൊക്കെ ചരിത്രങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ ഇരിക്കുന്ന ഒരു മൊബൈൽ അല്ലെ, ഒരു 30 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ, നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ കയ്യിൽ വന്നിരിക്കുക. ഇപ്പൊ ഒരു മൊബൈൽ, ഈ ടെക്നോളജി, ഇന്റർനെറ്റ്, വിവര സാങ്കേതിക വിദ്യകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വളർന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഇന്ന് കാണുന്നൊന്നുമല്ല നാളെ വരാൻ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വികസിപ്പിച്ചതാരാണ്? മനുഷ്യനെ കുറിച്ച് പറയാനുള്ളത്, അവൻ ഒരു അൺടച്ച്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റ് പോലെയാണ് അവന്റെ പോസിബിലിറ്റി. ഒരു കാൽപാദം പോലും പതിയാത്ത ഒരു ഭൂഖണ്ഡം പോലെയാണ് ഒരു മനുഷ്യന്റെ പോസിബിലിറ്റി. അല്ലെങ്കിൽ ഒരു വലിയ മഹാസമുദ്രത്തിൽ ഒരടി പോലും എത്താത്തത് പോലെയാണ് ഒരു മനുഷ്യന്റെ പോസിബിലിറ്റി. പക്ഷെ അതിന് വേറെ എല്ലാ നാണയങ്ങൾക്ക് 2 സൈഡ് ഉണ്ട്. രണ്ടാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ നാളെ കുറിച്ചൊരു ഗ്യാരണ്ടി എനിക്കും നിങ്ങൾക്കും ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ദുബായിൽ. കുറച്ച് സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാർ മാത്രമേ 7 days അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. അവിടെ വെച്ച് ഹരിയാനയിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ഓഫീസർ, ഗസറ്റഡ് ഓഫീസറാണ് പുള്ളിക്കാരൻ. ഈ ബിസിനസ് അവിടെ പോയിട്ട് റിസൈൻ ചെയ്ത് ഇന്ന് പുള്ളി CTC ലീഡറാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപയ്ക്ക് മേലെ മന്ത്ലി സാലറി ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതൊക്കെ റിസൈൻ ചെയ്തിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന വർഷം 2026 ഡയമണ്ട് ആകണമെന്നൊരു ടാർഗറ്റ് ഡിക്ലെയർ ചെയ്ത് പോയത്. ഞാൻ അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ കാണുന്നതിന് വേണ്ടി 2 ദിവസം മുമ്പ്, കഴിഞ്ഞ 9-ാം തീയതി ചണ്ഡീഗഡിൽ കമ്പനിയുടെ MI ഉത്സവ് എന്ന പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു. അതിന്റെ വേദിയിൽ വന്ന ആദ്യ സമയത്ത് എനിക്ക് കിട്ടിയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, അന്ന് ഈ ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഞങ്ങളോട് 7 ദിവസം, ഞങ്ങളെ 7 ദിവസവും രാത്രിയും ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തി. അതിനുശേഷം പുള്ളി ഒരു 10 തവണയെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പറയുന്നത് ഇന്ന് രാവിലെ 9:30 മണിക്ക് ആൾ മരണപ്പെട്ടു. ഹി വാസ് വെരി ഹെൽത്തി, നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു ആള്. എന്തൊക്കെയോ കാരണങ്ങൾ. മനുഷ്യരെ സംബന്ധിച്ചോളം നമ്മളെല്ലാം ദൈവത്തിന്റെ അടുത്ത് വന്നു, ദൈവത്തിന്റെ അടുത്തോട്ട് പോകും. അത് എന്നാന്ന് ആഗ്രഹം പറയാൻ പറ്റുമോ? പത്രം എടുത്ത് നോക്കിയാൽ 15, 16, 20, 25, 24 വയസ്സുള്ള ആൾക്കാരൊക്കെ മരിക്കുന്നില്ലേ? ഒരു ആക്സിഡന്റ് വന്നാൽ തീർന്നല്ലേ ഉള്ളൂ നമ്മുടെ ലൈഫ്. നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്നത്, വരുന്നൊരു 5 വർഷം കഴിയുമ്പോൾ എൻ്റെ കടങ്ങളൊക്കെ തീർക്കും, 10 വർഷം കഴിയുമ്പോൾ ഞാൻ വീട് വെക്കും, മക്കളെ അങ്ങനെ പഠിപ്പിക്കും, ഇങ്ങനെ ചെയ്യും, 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഡയമണ്ട് ആകും, ITC ആകും, പെർമനന്റ് സീലിംഗ് 3 വർഷം കഴിയുമ്പോൾ എത്തും. വാട്ട് ഈസ് ദ ഗ്യാരണ്ടി? എന്താ അതിനുള്ള ഗ്യാരണ്ടി? എന്തെങ്കിലും ഉണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഇന്നലെ നമ്മളെപ്പോലെ ചിന്തിച്ചിരുന്ന പല ആളുകളും നമ്മളോടൊപ്പം ഉറങ്ങാൻ കിടന്നിട്ട് ഇന്നത്തെ രാവിലെ അവരാരും കണ്ടിട്ടില്ല. ഈ സിറ്റുവേഷൻ എനിക്കും വരാം, നിങ്ങൾക്കും വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണമെന്നും തിടുക്കത്തിൽ അച്ചീവ് ചെയ്യണമെന്നും പെട്ടെന്ന് അച്ചീവ് ചെയ്യണമെന്നും ഞാൻ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സുരേന്ദ്ര താമസ്. ഇനി നമ്മളൊരു വലിയ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിയാണ്. കറക്റ്റ്? റിലയൻസ് കമ്പനിയുടെ തലവനായിട്ടുള്ള മുകേഷ് അംബാനി.
ഈ റിലയൻസ് കമ്പനിക്ക് തുടക്കം കുറിക്കുന്ന ധിരുഭായ് അംബാനിയാണ്. സാധാരണ മെട്രിക്കുലേഷൻ, നമ്മളിപ്പോൾ 10th എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യത മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കാൻ അക്കാഡമിക്കലി വലിയ സമർത്ഥനൊന്നും ആയിരുന്നില്ല. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ ഒന്നുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകൻ, ഒന്നുമില്ല. ബിസിനസ്സിൽ എക്സ്പീരിയൻസ് പറയാൻ ഒന്നുമില്ല, നത്തിങ്. അവിടുന്ന് ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഇന്ത്യക്ക് പുറത്തേക്ക് അദ്ദേഹം പോവുകയാണ്. ഒരു ചെറിയ ഒരു എംപ്ലോയി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. അവിടെ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി: ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ശക്തമായ സ്വപ്നങ്ങൾ ഉണ്ടാവണം. വെറും സ്വപ്നങ്ങളല്ല, ആത്മാവുള്ള സ്വപ്നങ്ങൾ, ജീവനുള്ള സ്വപ്നങ്ങൾ. സാധാരണ നമ്മൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതിനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ കാണുന്നതൊക്കെയാണ് നമ്മൾ സ്വപ്നങ്ങൾ നമ്മൾ പറയാറുള്ളത്. ആ സ്വപ്നങ്ങളെ കുറിച്ചല്ല അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ, ആ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു വിഷ്വലൈസേഷൻ, അതാണ് എന്ത്? സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളാണ് ഓരോ വ്യക്തിയിലും മാറ്റങ്ങൾ വരുത്തുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, എൻ്റെ സ്വപ്നം, അതെത്രത്തോളം ശക്തമാണ്, അതെത്രത്തോളം ഫയർ എനിക്ക് പകർന്നു നൽകുന്നുണ്ട്, അതിലെനിക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്, അതാണ് നമ്മുടെ വിജയം, അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അന്ന് ധിരുഭായ് അംബാനിക്ക് മനസ്സിലായി, സ്വപ്നങ്ങൾ ഉള്ളവർ മാത്രമേ ലോകത്ത് നല്ല ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ജോലി ഒരു ചെറിയ പ്രൊമോഷൻ കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന്റെ തിങ്കിങ് പ്രോസസ്സ് പോയത് ഇങ്ങനെയാണ്: എന്റെ കഴിവിൽ എന്റെ കമ്പനി മാനേജ്മെന്റിന് വിശ്വാസം വന്നപ്പോൾ അവരെന്നെ പ്രൊമോട്ട് ചെയ്തു. ഞാൻ ഇനി അവർക്ക് വേണ്ടി വർക്ക് ചെയ്താൽ അവരുടെ സ്വപ്നങ്ങൾ നടക്കും, എന്റെ സ്വപ്നങ്ങൾ ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ ഒരിക്കലും നടക്കില്ല. ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ ഒരിക്കലും എൻ്റെ സ്വപ്നങ്ങൾ നടക്കില്ല. എൻ്റെ സ്വപ്നങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ ഒരു ഓൺട്രപ്രണർ ആവണം, ഒരു സംരംഭകനാവണം. എൻ്റെ ഒറ്റയ്ക്കുള്ള അധ്വാനം കൊണ്ട് ഞാൻ സമ്പാദിച്ചാൽ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ കഴിയില്ല. മറ്റുള്ളവരുടെ, കൂടുതൽ ആളുകളുടെ അധ്വാനത്തിലൂടെ എനിക്ക് പ്രോഫിറ്റ് വരണം എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം ഒരു റിസ്ക് എടുത്തു. ജോലി ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സ്വന്തം ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനമെടുത്ത് നാട്ടിലേക്ക് വന്നു. നാട്ടുകാരും വീട്ടുകാരും എല്ലാം അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തു. വർഷങ്ങളോളം പരിശ്രമിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരാജയങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിജയങ്ങളൊക്കെ തുടങ്ങുന്നത് 40 വയസ്സിന് മേലിലേക്കാണ്. അദ്ദേഹം വളരാൻ പോകുന്ന ഒരു യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് പോലും. അപ്പൊ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ആ സാധാരണ ലെവലിൽ തുടങ്ങി ഒരുപാട് സ്ട്രഗിൾസ് എന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ യാത്രയിൽ അദ്ദേഹം പാരലൈസ്ഡ് ആയിപ്പോയി. പാരലൈസ് ആയി പോകുന്ന സിറ്റുവേഷൻ പോലും ഉണ്ടായിട്ടുണ്ട്. എല്ലാം അവസാനിച്ചതുപോലെയുള്ള പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ക്വാളിറ്റി, അദ്ദേഹം കണ്ട സ്വപ്നങ്ങളെ ഒന്നും അദ്ദേഹം ഒരിക്കലും അവിശ്വസിച്ചിട്ടില്ല. അതിനുവേണ്ടി അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാതെ ശക്തമായി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ് ഇന്ന് മുകേഷ് അംബാനി എടുത്താലും റിലയൻസ് എടുത്താലും ഇന്ന് ഇന്ത്യയിലെ റിച്ചസ്റ്റ് വ്യക്തിയായിട്ട്, കമ്പനിയായിട്ട് അവർ മാറിയത്. ഇന്ത്യയിലെ മാത്രമല്ല, ഏഷ്യയിലെയും ലോകത്തിലെയും റിച്ചസ്റ്റ് ആളുകളുടെ ലിസ്റ്റിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിച്ചത് അതുകൊണ്ടാണ്. ഒരു എളിയ തുടക്കക്കാരനാണ്. ഈ ചെറിയ തുടക്കം കൊണ്ട് അവരിന്ന് എവിടത്തോളം വളർന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഓരോ ഫംഗ്ഷനുകളും ഇന്ന് ലോകം മുഴുവൻ ചർച്ചയാവുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞു. കറക്റ്റ് ആണോ? വരാൻ പോകുന്ന ഏത് തലമുറ എടുത്താലും അവരൊക്കെ സേഫ് ആയിരിക്കും. അവരുടെയൊക്കെ അസറ്റ്സ് വാല്യൂ എടുത്താൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. 9.5 ലക്ഷം കോടിക്ക് പുറത്താണ് ഇന്ന് മുകേഷ് അംബാനിയുടെ മാത്രം അസറ്റ്. കുടുംബാംഗങ്ങളുടെയൊക്കെ വേറെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ചെറിയ തുടക്കക്കാരൻ സ്വപ്നങ്ങളിൽ വിശ്വസിച്ച് തുടങ്ങിയതുപോലെ നാരായണമൂർത്തി സാറും തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. 10ാം ക്ലാസ് പോലും പാസ്സാകുന്ന ഒരു സാധാരണ ഒരു സ്പോർട്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ മറ്റുള്ള ടീമിലൊക്കെ 6, 6.25, 6.5 അടിയും ഹൈറ്റുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് 5.5 അടിക്ക് താഴെ മാത്രമുള്ള സച്ചിൻ പോകുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആൾക്കാർ അവരെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഭൂമിക്ക് മേലേക്ക് ഞാൻ എത്രയുണ്ടെന്നല്ല, ഭൂമിക്ക് താഴേക്ക് ഞാൻ എത്രയുണ്ടെന്നുള്ള ചിന്തിച്ചത്.
അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചിറങ്ങി ചരിത്രം ഉണ്ടാക്കിയില്ലേ എത്രയോ സാധാരണക്കാരുള്ള ആൾക്കാർ. AR റഹ്മാൻ വെറും 50 രൂപയ്ക്ക് വേണ്ടി ഒരു ദിവസക്കൂലിക്ക് കീബോർഡ് വായിക്കാൻ വേണ്ടി പോയ വ്യക്തിയായിരുന്നു AR റഹ്മാൻ. ഓസ്കാർ അവാർഡ് പോലും മേടിച്ചില്ലേ നമ്മുടെ കൺമുമ്പിൽ. ഒരു കാര്യം പോലും ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആൾക്കാരുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. 2 കാലിലും ചലനശക്തി ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഞാനൊരു സാധാരണക്കാരനല്ലേ, എന്നെ കൊണ്ട് പറ്റുമോ? പിന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എല്ലാം അവസാനിച്ചോ എന്നുള്ളൊരു തോന്നൽ കയറി വരുമ്പോൾ സിസ്റ്റം മുഴുവൻ ഡൗൺ ആയി പോകും. ആ ഡൗൺ ആയി കഴിയുമ്പോൾ ഇതൊക്കെ അവസാനിക്കാൻ പോവുകയാണെന്നൊക്കെ തോന്നും. ഈ ഘട്ടത്തിലൂടെയാണ് ഞങ്ങളൊക്കെ കടന്നു വന്നത്. പക്ഷേ അത് വെച്ചിട്ട് ആ ഒരു കൺക്ലൂഷനിലേക്ക് അടിയറ വെക്കാൻ നമ്മൾ ആരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇവിടെ ക്രൗഡ് ടൈം ഉണ്ടാക്കുന്നത്. പ്രസാദ് സാറെ ഒരു അച്ചീവ്മെന്റായി SIT എന്ന് പറഞ്ഞൊരു ടീം അന്ന് തുടങ്ങുമ്പോൾ ഇത് വെറും ഒരു ആശയം മാത്രമായിരുന്നു. നാളെ 10,000-കണക്കിന് ആളുകളിലേക്ക് ലോകം മുഴുവൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നൊരു ആശയമായി, ഒരു ടീമായി, ഒരു ശക്തിയായി ഇന്ന് SIT മാറിക്കഴിഞ്ഞു. ഇനി SIT-ക്കുള്ളിൽ എന്തുമാത്രം ഓർഗനൈസേഷൻസ് ഇന്നിപ്പോ ടീമുകൾ ഉണ്ടായതുപോലെ എത്ര വരാനിരിക്കുന്നു. എന്റെ ടീമിൽ SIT പോലെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുപോലെ എത്രത്തോളം ഓർഗനൈസേഷൻസ് വരാനിരിക്കുന്നു. നിങ്ങളുടെ വളർച്ച തുടങ്ങുന്നത് നിങ്ങളിൽ നിന്ന്. You take the responsibility. നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അത്രമാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ കറിഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് മിസ്റ്റർ ഗോകുലിനെ കുറിച്ച്. അദ്ദേഹം കേൾവി ശക്തി ഇല്ലാതെ, കാഴ്ചശക്തി ഇല്ലാതെ സാധാരണ വിദ്യാർത്ഥികളോടൊപ്പം, ഉദ്യോഗാർത്ഥികളോടൊപ്പം മത്സരിച്ച് IAS റാങ്ക് ഉൾപ്പെടെ വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു. ഓരോരുത്തരുടെ തീരുമാനമാണ്. ഇപ്പൊ ഈ ഫോട്ടോയിൽ നിരവധി ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ധീരുഭായ് അംബാനി ഉൾപ്പെടെ. കാലിന് ഹൈറ്റ് കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു ലയണൽ മെസ്സി. അല്ലെ, ഫുട്ബോളിലെ ഇതിഹാസം, അല്ലെങ്കിൽ മെസ്സിഹ എന്ന് പറയുന്ന മെസ്സി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൾക്ക് ചെറുപ്പത്തിൽ എന്തോ രോഗമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാലിന് വലിപ്പമില്ലാതെ പോയത്. അദ്ദേഹത്തിന്റെ ഫുട്ബോൾ പ്രാക്ടീസിന് വേണ്ടി പണം കണ്ടെത്താൻ ചെറിയ ഷോപ്പുകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ തുടങ്ങി ആ അർജന്റീനൻ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തി. നമ്മളൊന്ന് ആലോചിച്ചു. ഇന്ന് കോളിവുഡ്, തമിഴ് സിനിമാ ലോകം മൊത്തത്തിൽ ഏറ്റവും പ്രഗത്ഭനായ പേരുള്ള ഒരു താരമാണ് രജനീകാന്ത്. ഹി വാസ് ഓൺലി എ ബസ് കണ്ടക്ടർ. അങ്ങനെ ലോകത്ത് ആരൊക്കെയാണ് ചെറിയ ലെവലിൽ തുടങ്ങി ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്? ഇന്നിവിടെ ഈ ടീമിൽ ITCs ആയിരിക്കുന്ന ഓരോ ലീഡേഴ്സിനും അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ, അവരെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഒരുപക്ഷെ നിങ്ങളെക്കാളൊക്കെ വളരെ മോശം സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു വന്നത്. ഒരൊറ്റ കൺക്ലൂഷനേ ഉള്ളൂ, ഞങ്ങൾക്കൊക്കെ ഈ ബിസിനസ്സിൽ ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 10 ഇരട്ടി ലെവലിലേക്ക് എത്താൻ കഴിയണം. Do you want to be successful? നിങ്ങൾ